സ്ഥിരമായി വെയിലും മഴയും നോക്കി ചെടികളെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി വയ്ക്കുന്നവരാണ് നമ്മൾ ഗാർഡനിങ് ചെയ്യുന്ന എല്ലാവരും. പക്ഷേ ഇന്ന് ഞാൻ ശരിക്കും ഫുള്ളായിട്ടൊരു മേക്ക് ഓവർ വീഡിയോ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഗാർഡനിൽ നല്ല തണലുള്ള ഒരു ഏരിയയാണ് ഈ ഒരു ഭാഗം. ഈ ഒരു സമയം തണൽ ഇഷ്ടപ്പെടുന്ന ചെടികളെ നമ്മളിപ്പോൾ മാറ്റി വയ്ക്കണം. വെയിൽ നല്ല ചൂടിൽ വരുന്നതുകൊണ്ട് ആ പ്ലാന്റുകളുടെയൊക്കെ ഭംഗി പോകും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ രണ്ട് സൈഡിലും കുറച്ച് അരേലിയ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ തണൽ ഇഷ്ടപ്പെടുന്ന എല്ലാവിധ ചെടികളും സൈഡിൽ വെച്ച് കൊടുത്തിട്ടാണ്. ഇവിടെ 2 സ്റ്റെപ്പായിട്ട് ഞാൻ ഈ നമ്മുടെ ഹൈറ്റുള്ള പോട്ടുണ്ടല്ലോ അത് വെച്ച് കൊടുത്തിട്ട് അതിനെ ഒരു വടിമരത്തിൻ്റെ പീസ് വെച്ചിട്ടാണ് ഇതവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആവശ്യമുള്ള നമുക്ക് ഈ സ്പൈഡർ പ്ലാന്റ്, അതുപോലെ ഒരു സിങ്കോണിയം, അങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. ആ കോർണറിൽ വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു അരേലിയ പ്ലാന്റാണ്. അതിൻ്റെ ലീഫൊക്കെ ഇങ്ങനെ ഒരു ചുരുണ്ടിരിക്കുന്ന പോലെ. അതിൻ്റെ താഴെയുള്ളതും ഒരു അരേലിയ പ്ലാന്റാണ്. അതിന് തൊട്ട് താഴെയായിട്ട് കുറച്ച് ഹൈറ്റിൽ ഒരു മരത്തിൻ്റെ പീസ് വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് പ്ലാന്റ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടികളൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ചെടുക്കാനുണ്ട്. മഴ നന്നായി പോയി കഴിഞ്ഞാൽ നമ്മൾ പെയിൻ്റ് അടിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിൻ സ്ഥലത്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് സെറ്റ് ചെയ്തപ്പോൾ അതിൽ ബാലൻസ് വന്നിട്ടുള്ള പീസുകളും 1-2 സ്ലാബൊക്കെ വെച്ചിട്ടാണ് ഞാനിവിടെ ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു ബാംബൂ പ്ലാന്റ്, അതുപോലെ തന്നെ ഒരു ഫേണ്, ഇത്രയും ഇത് വെച്ചിട്ടുണ്ട്. ഒരു സ്ലാബ് പൊട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ പീസുകളാക്കി 2 സൈഡിൽ വെച്ച് കൊടുത്തു. അങ്ങനെ നമ്മുടെ കയ്യിൽ ഗാർഡൻ സെറ്റ് ചെയ്തപ്പോൾ വന്നിട്ടുള്ള വേസ്റ്റ് പീസുകളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ഹോമിലോമിനയുടെ ഒരു പ്ലാന്റ്, ഇത് കണ്ടോ, ഒരു ട്രയാങ്കിൾ ഷേപ്പിലൊരു ഗ്രാസ് പീസ് വന്നു. അപ്പോൾ അവിടെ കുറച്ച് പെബിൾസ് ഇട്ടിട്ട് ആ ഭാഗം ഒന്ന് കവർ ചെയ്ത് വെച്ചു. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗം നല്ല തണലുള്ള ഭാഗം തന്നെയാണ്. ഇവിടെ ഇതുപോലെ തന്നെ സിങ്കോണിയം പ്ലാന്റ് വെച്ചിട്ടുണ്ട്. പിന്നെ കലാത്തിയ പ്ലാന്റുകൾ, അതൊക്കെ തന്നെ നല്ല തണൽ ആവശ്യമുള്ള ചെടികളാണ്. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ ഈ പ്ലാന്റുകളൊക്കെ മാറ്റി വെച്ചിട്ടെങ്കിൽ അതിൻ്റെ ലീഫുകളൊക്കെ ഇങ്ങനെ കരിഞ്ഞു തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും ഈ ഒരു സമയം നമ്മുടെ ഗാർഡൻ നല്ല കളർഫുള്ളായിട്ട് വേനൽക്കാലത്തും ഇരിക്കണമെങ്കിൽ ഇപ്പം തന്നെ ഈ പ്ലാന്റുകളെ എടുത്ത് മാറ്റണം. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളൊരു ഏരിയ കുറച്ച് വെയിൽ വരുന്നൊരു ഏരിയയാണ്. അവിടെ നമ്മൾ കുറച്ച് സ്നേക്ക് പ്ലാന്റ്സിൻ്റെ കുറച്ച് വെറൈറ്റീസാണ് ഈ ഒരു ഭാഗത്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഈ ഗാർഡൻ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുത്തിരിക്കുക തന്നെയാണ്. ഇപ്പോൾ മഴയൊക്കെ നന്നായി പോയ കാരണം കൊണ്ട് ഫുള്ള് പെയിൻ്റൊന്നും അടിക്കാൻ പറ്റിയിട്ടില്ല. ആ സ്ലാബുകളിലൊക്കെ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചട്ടികളൊക്കെ തന്നെ ഒന്ന് പെയിൻ്റ് അടിക്കണം. ഞാൻ പ്ലാസ്റ്റിക് ചട്ടികൾ തന്നെയാണ് എല്ലാം ഉപയോഗിക്കാറുള്ളത്. പക്ഷെ അതെല്ലാം ഒന്ന് പെയിൻറ്റ് ചെയ്ത് ഒരേപോലെ ആയിക്കഴിഞ്ഞാലാണ് നമ്മുടെ ആ ഗാർഡനൊരു വ്യൂ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇനിയിപ്പോൾ പെയിൻറ്റിങ് കൂടെ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ചെയ്തൊരു മേക്ക് ഓവർ ഒന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ 2 സ്ലാബുകൾ വേസ്റ്റ് വന്നിട്ടുള്ളതായിരുന്നു, മതിലിൻ്റെ പൊളിച്ചത്. അതവിടെ ഇട്ട് കൊടുത്തപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് അഴുക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എപ്പം ഫുള്ള് വേണമെങ്കിൽ വീടിൻ്റെ ചുറ്റും കവർ ചെയ്തിട്ട് തന്നെ നമുക്ക് നടക്കാനായിട്ട് ചളിയില്ലാത്തൊരു ഏരിയ പോലെ സെറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ തണലുള്ള ഏരിയ ഉണ്ടെങ്കിൽ നിങ്ങളുടെ തണൽ ആവശ്യമുള്ള പ്ലാന്റുകളെയൊക്കെ ഈ ഒരു സമയം മാറ്റി വയ്ക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതൊന്ന് എൻ്റെ ഇപ്പോൾ ചെയ്തൊരു മേക്ക് ഓവർ ഒന്ന് കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്.